ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ ഞാൻ എല്ലാ സൺഡേയും പുറത്ത് പോകാറുണ്ട് മോനെയും കൊണ്ട്. അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് മാളിലൊക്കെ. കുറേ ആയി ബീച്ചിൽ പോയിട്ട്. അപ്പോൾ എക്സിബിഷൻ ഉണ്ട് രണ്ട് സൈഡിലും. അടിപൊളി എക്സിബിഷനാണ്. ആദ്യം നമ്മൾ കണ്ട റോബോട്ടാണ്. അപ്പോൾ അവിടെ ഒരു പിന്നെ കണ്ടത് ഫ്ലവറിൻ്റെ കുറേ ഐറ്റംസ്, കാര്യങ്ങൾ, പാട്ട്, ഡാൻസ് ഒക്കെ ഉള്ളൊരു സംഭവം. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനത് ചെയ്താലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. മോന് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത് ഇങ്ങനെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അങ്ങനെ പാട്ട് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ നമ്മളെ. അടിപൊളിയാണ്. മോനെ കുറേ പറഞ്ഞു, പക്ഷെ അവന് കയറിയില്ല, അവനക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ കളിക്കേണ്ട രണ്ട് മനസ്സിൻ്റെ കളിച്ചില്ല സത്യം പറയാൻ വെച്ചാൽ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, പിന്നെ അത് കഴിഞ്ഞ് മീൻ, നല്ല അടിപൊളി മീനിൻ്റെ ഐറ്റംസ്. ഇത് സ്രാവാട്ടോ, ആകെ സ്രാവെന്ന് അറിയുള്ളൂ, ബാക്കിയുള്ള അങ്ങോട്ടുള്ള മീനുകളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്രാവിൻ്റെ വീഡിയോ എടുത്ത്, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല അടിപൊളി മീനാണ്, പക്ഷെ പേരുകളൊന്നും അറിയില്ല. പിന്നെ അതൊക്കെ കണ്ട് വളരെ എൻജോയ് ചെയ്ത്, രണ്ടാളും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ കിട്ടേണ്ട അവസരം മുതലാക്കണം. പിന്നെ ഒരുപാട് മീനുണ്ട്, പക്ഷെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല സത്യം പറയാൻ വെച്ചാൽ. അപ്പം മീൻ കാണാമെന്നുള്ളൊരിത്, വീഡിയോ എടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് മാക്സിമം മുതലാക്കി. പിന്നെ മോനെ ഞാനും കുറേ നേരം നിന്ന് അറിയുന്ന ആൾക്കാരെ പോലെ നോക്കി നിൽക്കുക. കുറേ പേരുണ്ട് എക്സിബിഷന്, ഒത്തിരി പേരുണ്ട്, കുറേ. നമ്മൾ പോയ സമയത്ത് അത്ര തിരക്കൊന്നുമില്ല, പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല തിരക്കുണ്ടായി. പിന്നെ ഇത് നല്ല അടിപൊളി, നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ മീനാണ്. പല കളറുള്ള മീൻ, എന്ത് മീനാറിയില്ല, പക്ഷെ എന്തൊരു ഭംഗിയാണ് ഈ കാണാൻ, എന്തൊരു രസമാണെന്ന് അറിയോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ കണ്ണിന് എന്തോ വലിയ അള്ളാൻ്റെ അത്ഭുതത്തിൽ ഒന്നാണിത്. ഒരുപാട് അത്ഭുതം ഇതേപോലെ കാണാനുണ്ടാവും, പക്ഷെ ഇത് കണ്ടില്ല, അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ വിചാരിച്ച് ഏതായാലും അതിൻ്റെ അടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കാം. അപ്പം എൻ്റെ മുഖം കൂടി കാണണമല്ലോ, ഈ വീഡിയോ മാത്രം കണ്ടാൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖം കൂടി കാണണമല്ലോ. പിന്നെ എന്തോ ഒരു മീനാണ്, വയറ്റിലുണ്ട് തോന്നുന്നുണ്ട്, കണ്ടിട്ട് വയറ് ഫുള്ളായി കിടക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ പറയാണ്, എനിക്കകത്തൊക്കെ ഒരു പൊട്ടത്തരുണ്ട്. ഇതൊക്കെ എൻ്റെ കണ്ണല്ലോ ഭംഗിയില്ലേ കാണാൻ. അതിൻ്റെ ചിറകും എൻ്റെ തൊലിയൊക്കെ മറ്റേ പുതിയാപ്പിളക്കോരൻ്റെ വലിയാപ്പ തോന്നുന്നുണ്ട്, കണ്ടിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. അടുത്ത സ്റ്റെപ്പിലാകുമ്പോൾ വേറൊരു തരം മീൻ, അതെന്ത് മീൻ എനിക്കറിയില്ല, അയലൻ്റെ പോലെയൊക്കെ തോന്നുന്നു. പിന്നെ ഈ നമ്മൾ നടക്കുന്നതിൻ്റെ മേലെ കൂടെ ഉണ്ട് മീൻ, കുറേ വെള്ളം കാര്യങ്ങൾ. അങ്ങനെ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷെ എത്ര നല്ല മീനെ കണ്ടിട്ടില്ല. നല്ല സംഭവം പറയുന്നത് സൂപ്പറായിരിക്കുന്നു, നല്ല അടിപൊളിയായിരുന്നു മീൻ. നല്ല അടിപൊളിയായിട്ടുള്ള മീനുകളുമാണ്, കാണാത്ത തരം മീനുകളുമാണ്. സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, നല്ല കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സ്മെല്ല് നടക്കുമ്പോൾ. പ്രാവശ്യം ഇത് ഭയങ്കര നീണ്ട മീൻ, ഇതിൻ്റെ വാലിനാണ് പ്രത്യേകത, നല്ല ഭംഗിയുണ്ട്. സിൽവർ കളറും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ വാല് കണ്ടോ, അടിപൊളിയാണ് അതിൻ്റെ വാല്. പിന്നെ എൻ്റെ മോന് അഫാണെങ്കിൽ അവിടെ നിന്ന് വരുന്നേ ഇല്ല, അഫുവിനെ അവിടെ തന്നെ നിൽക്കാൻ. അഫു മീനോട് എന്തൊക്കെയോ പറയും, കൈയൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെയോ പറയാണ് കണ്ടോ, അഫുവിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്ന മീൻ. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, നോക്കുന്നുണ്ട്. അഫുവിനോട് അടുത്തുള്ള ആൾക്കാർ എന്തൊക്കെയോ ചോദിക്കുന്നു, പറയണൊക്കെ ഉണ്ട്, എന്നെ കണ്ടാ വരുന്നേ മീൻ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവർ എന്തൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തെടുത്ത്. പിന്നെ പാവല്ലേ, ഒക്കത്ത് കയറി ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചെടുത്ത്. പിന്നെ എനിക്കൊരു ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ബ്ലൂവും വൈറ്റും. അതുപോലെ എനിക്ക് തോന്നിപ്പോയി ഇത് ബ്ലൂവും ബ്രൗണാണ്, അല്ല വൈറ്റും ബ്രൗണാണ്. നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ. ഇങ്ങനത്തെ ടോപ്സൊക്കെ ഉണ്ട്, ടോപ്സ് ഷർട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നോക്ക് കണ്ടോ, ഇത് കൂട്ടത്തോടെ നിൽക്കുകയുള്ളൂ, ഓരോന്നോരോന്ന് നിൽക്കൂല, ഇതെല്ലാം കൂട്ടത്തോടെ നിൽക്കുകയുള്ളൂ. എല്ലാം എന്തായാലും എന്തോ ഒരു രസം എന്ന് പറയാൻ വെച്ചാൽ, മറ്റേ നമ്മൾ ചെറിയ മീൻ പറഞ്ഞില്ലേ, കളർ മീൻ, അതേപോലെ ഈ രണ്ട് മീനുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇത് കണ്ടോ, കൂട്ടത്തോടെ നിൽക്കണമൊക്കെ നമ്മൾ നോക്കിക്കണ പോലെ. പിന്നെ കണ്ടത് ഒരു പള്ളിയാണ്, എന്ത് പള്ളിയാണെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനാക്കോണ്ട ഉണ്ട് പറഞ്ഞപ്പോൾ അനാക്കോണ്ടനെ കണ്ട്. അതൊരു വയസ്സുള്ള അനാക്കോണ്ടയുടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കണ്ടോ അതിൻ്റെ വണ്ണം നോക്ക്, അത്യാവശ്യം നീളമുണ്ട് വണ്ണമുണ്ട്. ഒരു വയസ്സായ കുട്ടിയാണിപ്പോൾ ഇത്. അപ്പോൾ ഇതൊരു 4-5 വയസ്സായ എന്തായിരിക്കും ഇത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. ചില സൗണ്ടുകളൊക്കെ ഇതിൽ കൂടെ പോകുമ്പോൾ എന്താ പറയുക, ക്ഷമിക്കണം കേട്ടോ. പിന്നെ അടുത്തടുത്ത് വീടാതിനെ കൊണ്ട് അങ്ങനത്തെ ഒക്കെ സംഭവം. പിന്നെ അതിൻ്റെ വേറെ തരം പാമ്പാണ്. പക്ഷേ ഇതെന്ത് പാമ്പാണ്, അനോക്കോണ്ടൻ്റെ ആണോ വേറെ ആണോ, അല്ലെങ്കിൽ മലമ്പാമ്പാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തോ ഒരു പാമ്പാണ്, എന്തായാലും രണ്ടാമത്തെ പാമ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കുമ്പോൾ അവിടെ കുട്ടികൾ കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ അഫൂനെ പാവലിനെ, എൻ്റെ അഫൂനൊക്കെ ഇതാക്കട്ടെ. അഫൂന് ഏറ്റവും ഇഷ്ടം വണ്ടിയിൽ ഇങ്ങനെ എത്ര വേണമെങ്കിലും വണ്ടി വാങ്ങി കൊടുക്കും വേണം, വണ്ടിയിൽ ഇങ്ങനെ
ഇതാക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഇപ്പം എൻ്റെ വീഡിയോ ഇനി കാണാൻ കെടുക്കുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു വെറുതെ ഉണ്ടാക്കിയ യൂട്യൂബ് ചാനലല്ല, എല്ലാവരും സഹകരിക്കണം. ഓക്കെ.